Hi all. In the previous lecture, we were discussing how the extreme single particle shell model can be used to explain the spin parity assignments of ground state of various nuclei, and we saw that there are certain exceptions to the same when we consider nuclei with slightly higher mass numbers. We also saw that the single particle shell model was not very successful in explaining the magnetic moments as well as electric quadrupole moments. We will now see the case of certain nuclei where it is not actually the extreme single particle model that is working when we try to explain the properties of the nuclei. Let us consider some such nuclei and how uh, certain properties cannot be explained by the extreme single particle model. Okay, so here we are considering the energy levels of, say, oxygen 70 or say fluorine 17. These are like mirror nuclei. The proton number of one is the neutron number of the other and vice versa. Okay. അപ്പോൾ എനർജി ലെവൽസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഓക്സിജൻ്റെ കേസാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്സിജൻ്റെ കേസിൽ 8 പ്രോട്ടോൺസും 9 ന്യൂട്രോൺസും ആണ് ഉള്ളത്. ഞാൻ എനർജി ലെവൽസിൽ ഫില്ല് ചെയ്ത് വരുമ്പോൾ എൻ്റെ പ്രോട്ടോൺസ് എല്ലാം പെയർ ചെയ്താണ് നിൽക്കുക. ന്യൂട്രോൺസിൽ ഒറ്റ ന്യൂട്രോൺ മാത്രം പെയർ ചെയ്യാൻ വേറെ ന്യൂട്രോൺ ഇല്ലാതെ സിംഗിളായിട്ട് നിൽക്കുന്നുണ്ടാവും. ഫ്ലൂറിൻ്റെ എനർജി ലെവൽസ് ഞാൻ വരച്ച് ഇതേ എനർജി ലെവൽസ് തന്നെയാണ്. അതിൽ ഫില്ലിംഗ് നടത്തി കഴിഞ്ഞാൽ ആകെയുള്ള വ്യത്യാസം ഇവിടെ ന്യൂട്രോൺസ് എല്ലാം പെയർ ചെയ്ത് നിൽക്കും, പ്രോട്ടോൺ മാത്രം ഒറ്റയ്ക്ക് നിൽക്കും. ഇനി എക്സ്ട്രീം സിംഗിൾ പാർട്ടിക്കിൾ മോഡൽ പ്രകാരം, ഷെൽ മോഡൽ പ്രകാരം ഏത് പാർട്ടിക്കിൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. ആ ഒറ്റ പാർട്ടിക്കിളാണ് പൊതുവെ പ്രോപ്പർട്ടീസ് ഒക്കെ തീരുമാനിക്കുന്നത് എന്നാണ് എക്സ്ട്രീം സിംഗിൾ പാർട്ടിക്കിൾ ഷെൽ മോഡൽ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് ഓക്സിജൻ്റെ കോൺഫിഗറേഷനാണ്. ഫ്ലൂറിൻ ആണെങ്കിൽ ആകെയുള്ളൊരു വ്യത്യാസം ഇവിടെ എന്നിന് പകരം പി ആയിരിക്കും ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം. എന്ത് തന്നെയായാലും ഈ രണ്ട് ന്യൂക്ലിയയുടെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് തീരുമാനിക്കുന്നത് ആ സിംഗിൾ പാർട്ടിക്കിളാണ്. ആ കാര്യത്തിൽ അത് സക്സസ്ഫുള്ളും ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഐദർ ദി ന്യൂട്രോൺ ഓർ ദി പ്രോട്ടോൺ for both these nuclei, they exist in the d5/2 state. d5/2 എന്ന് പറയുമ്പോൾ ഇവിടെ J വാല്യൂ 5/2 ആണ്. ഒറ്റ പാർട്ടിക്കിൾ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ന്യൂക്ലിയൈ എടുക്കുന്ന ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈ ഒറ്റ പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ I എന്ന് പറയുന്നത് 5/2 ആയിരിക്കും. ഇനി D എന്ന് പറയുന്നത് L=2 സ്റ്റേറ്റ് ആണ്. L=2 എന്ന് പറയുമ്പോൾ -1/L നമ്മുടെ പാരിറ്റി എന്ന് പറയുന്നത് -1² ആവും ആൻഡ് ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, സോ പാരിറ്റി ഈസ് പോസിറ്റീവ്. പാരിറ്റി ഈസ് പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 5/2 പ്ലസ് ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ആറ്റത്തിൻ്റെ കേസിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് റിയലൈസ് ചെയ്യുന്നത്? നമ്മൾ പറയും കുറച്ച് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ന്യൂക്ലിയോൺ, ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ന്യൂട്രോണോ അല്ലെങ്കിൽ പ്രോട്ടോണോ ആണ് ഉള്ളതെങ്കിൽ ആ ന്യൂട്രോണോ പ്രോട്ടോണോ എനർജി അക്വയർ ചെയ്ത് തൊട്ടടുത്ത എനർജി ലെവലിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത എനർജി ലെവലിലേക്ക് പോകും എന്ന് അങ്ങനെ കൂടുതൽ എനർജി സപ്ലൈ ചെയ്താൽ അത് അതിന് മുകളിലുള്ള എനർജി ലെവൽസിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആറ്റംസിൻ്റെ കേസിൽ മനസ്സിലാക്കാറ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയയുടെ കേസിൽ ഈ രണ്ട് ന്യൂക്ലിയയുടെ എനർജി ലെവൽസ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐ ഹാവ് എ ഹാഫ് പ്ലസ് സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ്ലി അബവ് 5/2 പ്ലസ് വിച്ച് ഇസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഐ ഹാവ് എ ഹാഫ് പ്ലസ് സ്റ്റേറ്റ് അറ്റ് 1 MeV. Then I have a half minus state somewhere around 3 MeV. 4 എത്തിയിട്ടില്ല, ജസ്റ്റ് റീച്ചിങ് 4 MeV. I have 5/2 മൈനസ്. അങ്ങനെ കുറേ എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എനർജി സ്റ്റേറ്റ്സ്
അപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഈ ന്യൂട്രോണിനോ അല്ലെങ്കിൽ പ്രോട്ടോണിനോ എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എനർജി കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ എനർജി ലെവലിലേക്ക് ചാടാൻ പാകത്തിലുള്ള എനർജി കൊടുത്തു. അപ്പോൾ എൻ്റെ ന്യൂട്രോൺ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദാറ്റ് സ്റ്റേറ്റ്? ഇഫ് മൈ ന്യൂട്രോൺ ഇസ് ഇൻ ദി എസ് ഹാഫ് സ്റ്റേറ്റ്, എസ് ഹാഫ് ആണെങ്കിൽ എൻ്റെ ജെ വാല്യൂ ഹാഫ് ആണ്. അപ്പോൾ എൻ്റെ ഐ എന്ന് പറയുന്നത് വിൽ ടേക്ക് ദ വാല്യൂ ഹാഫ്. ആൻഡ് ഫോർ എസ് സ്റ്റേറ്റ്, സിൻസ് എൽ ഈക്വൽ ടു 0, -1 വിൽ ബി പോസിറ്റീവ്. ശരിയല്ലേ? എൻ്റെ ന്യൂട്രോണോ പ്രോട്ടോണോ എസ് ഹാഫ് സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ എനിക്ക് ഹാഫ് പ്ലസ് എന്നുള്ളൊരു സ്റ്റേറ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും. കാരണം എസ് ഹാഫ് എന്ന് പറയുമ്പോൾ ജെ ഇസ് ഹാഫ് ആൻഡ് ദെയർഫോർ മൈ ഐ വിൽ ടേക്ക് ദ വാല്യൂ ഹാഫ്. ആൻഡ് ഫോർ ദിസ് കേസ് എസ് ആയതുകൊണ്ട് എൽ ഈക്വൽ ടു 0 ആണ്. എൽ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പാരിറ്റി ഈസ് പോസിറ്റീവ്. സോ ഐ ഹാവ് എ സ്റ്റേറ്റ് ഹാഫ് പ്ലസ്. അപ്പോൾ ഹാഫ് പ്ലസ് റിയലൈസ് ചെയ്യുക, ഹാഫ് പ്ലസ് എന്നുള്ളൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറച്ച് എനർജി സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ന്യൂട്രോണോ പ്രോട്ടോണോ എക്സൈറ്റ് ആവുന്നതായിട്ട് നമുക്ക് വിചാരിക്കാം. ഇനി ഹാഫ് കഴിഞ്ഞിട്ട് എസ് ഹാഫ് കഴിഞ്ഞിട്ട് കിടക്കുന്ന സ്റ്റേറ്റ് D3/2 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, കുറച്ചും കൂടി എനർജി സപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ന്യൂട്രോണിനെയോ പ്രോട്ടോണിനെയോ ഇവിടെ എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് 3/2 ഐ ഈക്വൽ ടു 3/2 എന്ന് വരുന്നതും ഡി എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു 2 ആണ്. എൽ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, പാരിറ്റി പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എസ് ഹാഫ് അല്ലെങ്കിൽ ഹാഫ് പ്ലസ് എന്ന് പറഞ്ഞ എക്സൈറ്റഡ് സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കേണ്ട സ്റ്റേറ്റ് 3/2 പ്ലസ് ആണല്ലോ. ഇവിടെ 3/2 പ്ലസ് ആണോ? അല്ല, എനിക്കിവിടെ ഹാഫ് മൈനസ് ആണ് ഒരു സ്റ്റേറ്റ് ഉള്ളത്. 3/2 പ്ലസ് ഒക്കെ എവിടെ വരുന്നുള്ളൂ? ഇവിടെയാണ് എനിക്കൊരു 3/2 പ്ലസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ എക്സൈറ്റഡ് സ്റ്റേറ്റുകളുണ്ട്. ആ എക്സൈറ്റഡ് സ്റ്റേറ്റുകളൊക്കെ എങ്ങനെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ ആലോചിക്കുമ്പോഴാണ് ഓൾവേസ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് മേ നോട്ട് ബി റിയലൈസ്ഡ് ബൈ ദി മെക്കാനിസം ദാറ്റ് വി സ്പോക്ക് നൗ. അതായത് നമ്മുടെ വാലൻസ് ന്യൂക്ലിയോൺസ് എനർജി അക്വയർ ചെയ്തിട്ട് ഇങ്ങനെ ചാടി ചാടി പോകുന്നത് മാത്രം, അങ്ങനെ ഒരു മെക്കാനിസം മാത്രം ആയിരിക്കില്ല എക്സൈറ്റഡ് സ്റ്റേറ്റ്സിനെ റിയലൈസ് ചെയ്യാൻ. ദാറ്റ് മേ നോട്ട് ബി ദി ഓൺലി മെക്കാനിസം. ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൾട്ടർനേറ്റ് മെക്കാനിസം ആസ് ടു ഹൗ ദീസ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ കമ്മിങ് ഇൻ സച്ച് ന്യൂക്ലിയൈ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 5/2 പ്ലസ് എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഹാഫ് പ്ലസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ ഒറ്റ പാർട്ടിക്കിൾ എസ് ഹാഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ചാടിയിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഹാഫ് പ്ലസ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഇനി ഹാഫ് മൈനസ് എന്നുള്ളൊരു സ്റ്റേറ്റ് എങ്ങനെ വന്നു? ആ മെക്കാനിസം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന മെക്കാനിസം എങ്ങനെയാണ്? പി ഹാഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഓൾറെഡി എനിക്ക് 2 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. 2 ന്യൂട്രോൺ ആണെന്ന് വിചാരിക്കുക. ഇവിടെ സ്പെസിഫിക്കലി അത് എടുത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്ലൂറിൻ്റെയും ഓക്സിജൻ്റെയും കേസിൽ ഇതേ സെറ്റ് ഓഫ് എനർജി ലെവൽസ് ആണ് ഉള്ളത്. ഓക്സിജൻ്റെ കേസിൽ ന്യൂട്രോൺ ആണ് എക്സസ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ്റെ കേസിൽ അത് പ്രോട്ടോൺ ആണ്. അപ്പോൾ രണ്ടിനും കൂടി ചേർത്ത് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് കൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ പ്രോട്ടോൺ എന്നോ അല്ലെങ്കിൽ ന്യൂട്രോൺ എന്നോ മാർക്ക് ചെയ്ത് കാണിക്കാത്തത്. മനസ്സിലായോ? അപ്പോൾ ഓക്സിജൻ്റെ കേസാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഫ് മൈനസ് സ്റ്റേറ്റ് വരുന്ന മെക്കാനിസം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പി ഹാഫ് സ്റ്റേറ്റിലുള്ള ഒരു പെയറിനെ ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു ന്യൂട്രോണിനെ മുകളിലുള്ള D5/2 സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, D5/2 സ്റ്റേറ്റ്. അപ്പോൾ ഈ പെയർ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് എനർജിയൊക്കെ സപ്ലൈ ചെയ്താൽ മാത്രമേ പെയർ ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പെയർ ബ്രേക്ക് ചെയ്തിട്ട് എനർജി സപ്ലൈ ചെയ്ത് അതിനെ മുകളിലേക്ക് കയറ്റി വിടുക. ഓക്കെ, ദിസ് ഇസ് കോൺഫിഗറേഷൻ. ഇപ്പോൾ മുകളിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ D5/2 ചെന്നിട്ട് ആ 2 ന്യൂട്രോൺസ് പെയർ ആവും. ഇനി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ന്യൂട്രോൺ അപ്പോൾ എവിടെയാവും?
P½ എന്നുള്ള സ്റ്റേറ്റിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇതുവരെ കണ്ട ഒരു കാര്യമൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ P½ എൻ്റെ ഒറ്റപ്പെട്ട ന്യൂട്രോൺ നിൽക്കുന്നത്. ആ ന്യൂട്രോൺ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ P½ എന്ന് പറയുമ്പോൾ ഇവിടെ J വാല്യൂ ഹാഫ് ആണ്. സോ മൈ I ഓൾസോ ടേക്സ് ദ വാല്യൂ ഹാഫ് സിൻസ് ഇറ്റ് ഇസ് എ P സ്റ്റേറ്റ്. P സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ L 1 ആണ്. ഓഡ് വാല്യൂസ് ഓഫ് L വരുമ്പോൾ പാരിറ്റി എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഹാഫ് മൈനസ് കിട്ടാനുള്ള വകുപ്പുണ്ട്. I പൈ എന്ന് പറയുന്നത് ഹാഫ് മൈനസ് ആണ്. അപ്പോൾ ഹാഫ് മൈനസ് കിട്ടിയതിൻ്റെ ഒരു മെക്കാനിസം ആണ് പറഞ്ഞിരിക്കുന്നത്. P½ സ്റ്റേറ്റിലുള്ള ഒരു പെയർ ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു ന്യൂട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നു. അത് മുകളിൽ D5/2 പോകുന്നു. അവിടെ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ന്യൂട്രോണുമായിട്ട് അത് പെയർ ചെയ്യുന്നു. പക്ഷെ അപ്പോൾ ഒറ്റപ്പെട്ട ന്യൂട്രോൺ എവിടെ കാണുന്നു? P½ എന്നുള്ള താഴെ കിടക്കുന്ന സ്റ്റേറ്റിൽ കാണുന്നു. ആ ഒറ്റപ്പെട്ട ന്യൂട്രോൺ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്? വാലൻസ് ഷെല്ലിലുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ന്യൂക്ലിയോൺ ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ആ ഒരു ലോജിക്കും എക്സ്പ്ലനേഷനും ഈ കാര്യത്തിലൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഈ എനർജി സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെക്കാനിസമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട പാർട്ടിക്കിൾ നിൽക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലൊന്നും അല്ല, അത് തൊട്ട് താഴെയുള്ള ഷെല്ലിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ന്യൂക്ലിയോൺസിനും പ്രോപ്പർട്ടീസ് തീരുമാനിക്കാം. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ദി വാലൻസ് ന്യൂക്ലിയോൺ വിച്ച് ഡിസൈഡ്സ് ദി പ്രോപ്പർട്ടീസ്. ഇനി ഒരു 5/2 മൈനസ് എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. 5/2 മൈനസ് എന്നുള്ള സ്റ്റേറ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? 5/2 മൈനസ് എന്നുള്ള സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ 5/2 മൈനസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്തിരി ഹയർ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് P½ സ്റ്റേറ്റിലുള്ള 2 ന്യൂട്രോൺസിൽ ആ പെയർ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഒരു ന്യൂട്രോണിനെ എവിടെ കൊണ്ടെത്തിക്കുക? ഇവിടെ കൊണ്ടെത്തിക്കുക. S½ എന്നുള്ള സ്റ്റേറ്റിൽ കൊണ്ടെത്തിക്കുക. 2s½ എന്നുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുക. ഇവിടെ 2s½ എന്നുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൊണ്ടെത്തിക്കുക. ഓക്കെ, അങ്ങനെ കൊണ്ടെത്തിക്കുമ്പോഴുള്ളൊരവസ്ഥയോ? അങ്ങനെ കൊണ്ടെത്തിക്കുമ്പോഴുള്ളൊരവസ്ഥ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു ന്യൂട്രോൺ S½ സ്റ്റേറ്റിൽ, ഒരു ന്യൂട്രോൺ D5/2 സ്റ്റേറ്റിൽ, ഒരു ന്യൂട്രോൺ P½ സ്റ്റേറ്റിൽ. ഓക്കെ, സോ ഐ ഹാവ് S½ D5/2 and P½ okay, so my J1 is half, J2 is 5/2 and J3 is half. ഈ 3 J വാല്യൂസിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ I have a possibility to obtain 5/2. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഹാഫും റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ 1 വരാം അല്ലെങ്കിൽ 0 വരാം. ഓക്കെ, അപ്പോൾ 1 വരുന്ന അവസ്ഥയും ഈ J2ഉം തമ്മിൽ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് 7/2ഉം വരാം അല്ലെങ്കിൽ 5/2ഉം വരാം. ഈ 5/2ഉം 0ഉം തമ്മിൽ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 5/2 വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ 3 J വാല്യൂസ് തമ്മിൽ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5/2 എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 5/2 എന്നുള്ള ഓപ്ഷൻ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അപ്പോൾ ഇതെങ്ങനെ കിട്ടി? എനിക്ക് കിട്ടിയത് ഞാൻ ഈ 3 ന്യൂക്ലിയോൺസും കൺസിഡർ ചെയ്തു അല്ലേ. ഇവിടെയുള്ള ന്യൂക്ലിയോണും D5/2ലുള്ള ന്യൂക്ലിയോണും P½ ന്യൂക്ലിയോണും എല്ലാം ഞാൻ 3 എണ്ണവും കൺസിഡർ ചെയ്തിട്ട് 3ൻ്റെ J വാല്യൂസിൻ്റെ റിസൾട്ടൻ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ സ്റ്റേറ്റ് ഇതെങ്ങനെ അറൈസ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്നൊരു എക്സെംഷൻ. അതായത് എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ന്യൂക്ലിയോൺ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരവസ്ഥ
അത് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇഫ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദിസ് 5/2 മൈനസ് സ്റ്റേറ്റ്, ഇനി ഈ മൈനസ് ഈ പറഞ്ഞ 3 എടുത്തു കഴിഞ്ഞാൽ മൈനസ് വരുമോ നോക്കാമല്ലോ. എസ് എന്ന് പറയുമ്പോൾ എസ്സിലാണ് ഒരു ന്യൂക്ലിയോൺ എന്ന് പറയുന്നു. എസ് എന്ന് പറയുന്നത് L=0 സ്റ്റേറ്റ് ആണ്. ഫോർ ദിസ് പാരിറ്റി ഈസ് പോസിറ്റീവ്. സോ ഫോർ ദി ഫസ്റ്റ് വൺ ന്യൂക്ലിയോൺ പാരിറ്റി ഈസ് പോസിറ്റീവ്. ഇനി ഡി എന്ന് പറയുമ്പോൾ L=2 സ്റ്റേറ്റ് ആണ്. ഫോർ ദിസ് പാരിറ്റി ഈസ് അഗെയിൻ പോസിറ്റീവ്. -1² എന്ന് പറയുന്നത് ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇനി അടുത്ത ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ പി സ്റ്റേറ്റ്. L=1 ആണ്. പാരിറ്റി നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോൺസ് ഉണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ ലെക്ചറിൽ പാരിറ്റി എന്ന് പറയുന്നത് will be a product of individual parities. Total parity will be a product of individual parities if I have more than one nucleon. Okay, so here I have 3 nucleons, 2 of which are in a positive parity state and 1 is in a negative parity state. So the total parity will be plus into minus, which will give me minus. Okay, so I can explain a state 5/2 minus if I consider such a mechanism. And in such a mechanism, I have to consider the contribution from 3 different nucleons and not just the outermost nucleon. Okay, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ന്യൂക്ലിയൈ ഉണ്ട്. ഒരുപാട് ന്യൂക്ലിയയും അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ കാൽഷ്യം എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. 41 കാൽഷ്യം, 20ഉം 20ഉം ആണ് പ്രോട്ടോണും ന്യൂട്രോൺ നമ്പറും. അതേപോലെ കാൽഷ്യം 23 എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കാൽഷ്യത്തിൻ്റെ ഓക്കെ ദിസ് ഇസ് നോട്ട് 20, ദിസ് ഇസ് 21. ഓക്കെ, കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പോൾ 21 ന്യൂട്രോൺ ആണ് 41 കാൽഷ്യത്തിലുള്ളത്. 23 ന്യൂട്രോൺസ് ഉണ്ടാവും 43 കാൽഷ്യത്തിലും. അപ്പോൾ എൻ്റെ എനർജി ലെവൽസ് ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ, എനർജി ലെവൽസ് ഇങ്ങനെയാണ്. S½ P3/2 P½ D5/2 S½ D3/2 ഇങ്ങനെയൊക്കെയാണ്. ഇനി അതിൽ ഫില്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 പ്രോട്ടോൺസ് പറ്റും. ന്യൂട്രോൺസ് ക്യാൻ ഓൾസോ ഹാവ് ദി സെയിം ഓക്യുപ്പൻസി. ഇനി ഇവിടെ P3/2ൽ 4 പ്രോട്ടോൺ 4 ന്യൂട്രോൺ. P½ 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ. ഇനി എൻ്റെ D5/2ൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര എണ്ണമായി? 6, 8, ഇനി 12 എണ്ണം അല്ലേ. D5/2ൽ എനിക്ക് D5/2ൽ എനിക്ക് 6 എണ്ണം കൊള്ളും. എസ്സിൽ 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട്? 6, 8, 14, 16. ഓക്കെ, ഇനി ഇവിടെ D3/2ൽ എനിക്ക് 4 പ്രോട്ടോൺ ആൻഡ് മൈ ഹിയർ ഇറ്റ് വിൽ ഹാവ് 4 neutrons, and again there is one more neutron to fill, അല്ലേ? And that one neutron that will go into this which state is beyond that? It will be in the 7/2 state, അല്ലേ?
F7/2. I'll just show you that. Yeah. ഇപ്പോൾ 20 ന്യൂട്രോൺസ് ഇവിടം കൊണ്ട് അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഇവിടം കൊണ്ട് ഫില്ലായി. അതിനുശേഷം F7/2 സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, സോ റിട്ടേണിംഗ് ബാക്ക് ടു ദിസ് പ്രോബ്ലം, F7/2 സ്റ്റേറ്റ്. F7/2 സ്റ്റേറ്റിൽ എനിക്ക് ഫില്ല് ചെയ്യാൻ എൻ്റെ കയ്യിൽ പ്രോട്ടോൺ ഒന്നും ഇല്ല. 20 പ്രോട്ടോൺ ഫില്ലായി, 20 ന്യൂട്രോണും ഫില്ലായി. ദിസ് ഇസ് കോൾഡ് എ ഡബിളി മാജിക് കോർ. 20 പ്രോട്ടോണും രണ്ടും മാജിക് നമ്പേഴ്സ് ആണ്, 20 20. ഇനി ഒരു ന്യൂട്രോണും കൂടിയുണ്ട്. ആ ഒറ്റ ന്യൂട്രോണിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി 43 കാൽഷ്യത്തിൻ്റെ അവസ്ഥ എന്താ? 43 കാൽഷ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് 20 പ്രോട്ടോൺ ഇതേ ലെവൽ കൊണ്ട് ഫില്ലാവും, 20 ന്യൂട്രോണും ഇവിടം കൊണ്ട് ഫില്ലാവും. These set of energy levels belong to 41 calcium. Now for 43 calcium, the only difference that comes is ഇവിടെ വരെ രണ്ടും സെയിം ആണ്. ഇനി F7/2ൽ എനിക്ക് 3 ന്യൂട്രോൺസ് ഉണ്ടാവും, ഓഫ് വിച്ച് അക്കോർഡിംഗ് ടു ദി എക്സ്ട്രീം സിംഗിൾ പാർട്ടിക്കിൾ മോഡൽ 2 ന്യൂട്രോൺസ് പെയർ ചെയ്ത് നിൽക്കും, ഒരെണ്ണം മാത്രം ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ളതാണല്ലോ എക്സ്ട്രീം സിംഗിൾ പാർട്ടിക്കിൾ മോഡൽ പ്രകാരം പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റ ന്യൂട്രോൺ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളൊരവസ്ഥ ഇവിടെയും വരും. ഇവിടെയും ഒറ്റ ന്യൂട്രോൺ ആണ് തീരുമാനിക്കുന്നത് പ്രോപ്പർട്ടീസ്. ഇവിടെയും ആകെ ഒറ്റൊരെണ്ണേ പെയർ ഇല്ലാതെ നിൽക്കുന്നുള്ളൂ, മറ്റേത് രണ്ടും പെയർ ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ. അപ്പോൾ എക്സ്ട്രീം സിംഗിൾ പാർട്ടിക്കിൾ മോഡൽ പറയുന്നത് ഇങ്ങനെയാണ്. എനിക്കിപ്പോൾ 3 ന്യൂട്രോൺസ് ഒരു ലെവലിൽ അവൈലബിൾ ആണെങ്കിൽ 2 എണ്ണം പെയർ ചെയ്ത് നിൽക്കും, ഒരെണ്ണം മാത്രം ഒറ്റയ്ക്ക് പെയർ ഇല്ലാതെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു കോൺഫിഗറേഷനും സെയിം തന്നെയാണ്. കാരണം ഇവിടെ ഒറ്റ ന്യൂട്രോൺ ആണുള്ളത്, ഇവിടെ ഒറ്റ ന്യൂട്രോൺ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 2 ന്യൂക്ലിയയ്ക്കും കിട്ടുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റ്സും ഗ്രൗണ്ട് സ്റ്റേറ്റും എല്ലാം സെയിം തന്നെ ആയിരിക്കണം. ഗ്രൗണ്ട് സ്റ്റേറ്റ് സെയിം ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിന് പ്രശ്നമൊന്നുമില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് 7/2 എന്ന് പറയുന്നത്, ജെ വാല്യൂ 7/2 എന്ന് പറയുമ്പോൾ ഐ ഓൾസോ ടേക്സ് ദ വാല്യൂ 7/2. ഇനി പാരിറ്റി, എഫ് എന്ന് പറയുന്നത് L=3 സ്റ്റേറ്റ് ആണ്, L is odd, so my parity will be negative. So for calcium 41 as well as calcium 43, my ground state is the same. And if I am considering the extreme single particle model, then all my excited states for this nuclei as well as this nuclei should be the same. പക്ഷേ നോക്കി നോക്കൂ, 41 കാൽഷ്യത്തിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ ടോട്ടലി ഡിഫറെൻറ്റ് വെൻ യു കൺസിഡർ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് 43 കാൽഷ്യം. 41 കാൽഷ്യത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 MeV വിട്ട് കഴിഞ്ഞാൽ പിന്നെ 2 MeVയോട് അടുത്ത് മാത്രമേ എനർജി ലെവൽസ് ഉള്ളൂ. പക്ഷേ 43 കാൽഷ്യത്തിൻ്റെ കേസിൽ യു ഹാവ് സെവറൽ ലോ ലൈയിങ് എനർജി സ്റ്റേറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെക്കാനിസം വെച്ചുകൊണ്ട് നമുക്ക് ഈ ലോവർ ലൈയിങ് എനർജി സ്റ്റേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എനർജി സ്റ്റേറ്റ്സ് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളതിന് we will have to consider all the 3 nucleons which are present in the valence shell and not just the single lone nucleon. ഓക്കെ, അപ്പോൾ നേരത്തെ ഓക്സിജൻ്റെയും ഫ്ലൂറിൻ്റെയും ഒക്കെ കേസിൽ പറഞ്ഞതുപോലെ പെയർ ബ്രേക്ക് ചെയ്യുന്നത്, റീകപ്പിൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള പല മെക്കാനിസംസും നമ്മൾ എടുത്താൽ മാത്രമേ, അതും ഈ ഒരു ന്യൂട്രോണിൻ്റെ മാത്രം എടുത്തിട്ട് ഒരു കാര്യവുമില്ല, ഈ 3 ന്യൂട്രോൺസിൻ്റെയും ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്കിതിൽ പല സ്റ്റേറ്റുകളുടെയും ഒറിജിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. So we see that the extreme single particle shell model is not actually successful in explaining all the excited states that arise for various nuclei. So we have to consider all the valence nucleons and not just the extreme single particle which is left without pairing. Okay, അപ്പോൾ അതിനെ മാത്രം കൺസിഡർ ചെയ്യാതെ എല്ലാ ന്യൂക്ലിയോൺസും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക്
പല പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വേറെ കുറേ ന്യൂക്ലിയയുടെ എനർജി ലെവൽസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് വാലൻസ് ഷെല്ലിലുള്ള എല്ലാ ന്യൂക്ലിയോൺസും കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ മെക്കാനിസംസ് എങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് that has been given in your textbook. You may go through that. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ മെക്കാനിസം ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഓഡ് എ ന്യൂക്ലിയയുടെ കാര്യമാണ്. ഓക്കെ, സപ്പോസ് വി ആർ കൺസിഡറിങ് ഈവൺ ന്യൂക്ലിയ, അതായത് ഈവൺ സെറ്റും ഈവൺ എന്നും. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈവൺ ന്യൂക്ലിയയുടെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും 0+ ആയിരിക്കും. കാരണം എന്താ? പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും ഈവൺ ആവുമ്പോൾ ദേ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർ. പെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം 0 ആവുന്ന രീതിയിൽ കപ്പിൾ ചെയ്യുന്നതിനെയാണ് പെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, when we say all protons exist in pairs and all neutrons exist in pairs, the resultant angular momenta of all the pairs happen to be 0. അപ്പോൾ എല്ലാ റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റയും 0 ആയി കഴിയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് റെലവൻ്റേ അല്ലാതെ ആവും. കാരണം എനിക്കിപ്പോൾ പെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് എഫ് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചോളൂ. I will have a proton and proton which is paired in the F state. Okay, പെയറിംഗ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓൾറെഡി 0 ആണ്. 0 ആവുമ്പോൾ സിൻസ് മൈ J takes the value 0, I will also take the value only 0. Now, for the F state, I know L equal to 3. Parity will be negative. സമ്മതിച്ചു. പക്ഷേ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോൺസ് ഉള്ളപ്പോൾ പാരിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പാരിറ്റി വിൽ ബി എ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാരിറ്റീസ്. ഓക്കെ, സോ I have to when I consider one nucleon in the F state, parity is negative. If I consider the second nucleon, again parity is negative, and the product of parities will always be positive. So, always the ground state of even nuclei will be 0+. അതിൽ യാതൊരു സംശയവും. കാരണം എല്ലാം പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം 0 ആവുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഓക്കെ, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം 0 ആയി കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം അഥവാ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ദ വാല്യൂ 0. ഇനി പാരിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു കൺസിഡർ ഓൾ ദി ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് പാരിറ്റി ആൻഡ് ടേക്ക് ദ പ്രോഡക്റ്റ് ഓഫ് ദി പാരിറ്റീസ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് റെലവൻ്റ് അല്ല. നെഗറ്റീവ് പാരിറ്റി സ്റ്റേറ്റിൽ നിന്നാലും നമ്മൾ ഈവൺ നമ്പർ ഓഫ് നെഗറ്റീവ് പാരിറ്റീസ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി പോസിറ്റീവ് തന്നെ ആകും. ഓക്കെ, ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3 എണ്ണത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഓഡ് ഇല്ല, ഇവിടെ എല്ലാം ഈവൺ ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ന്യൂക്ലിയോൺസ് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്ന്, വാലൻസ് ഷെല്ല് ഏതാണെന്നോ ഒന്നും റെലവൻ്റ് അല്ല. എപ്പോഴും പാരിറ്റി പോസിറ്റീവ് ആയിരിക്കും. ദിസ് ഇസ് ഫോർ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. നൗ ഇഫ് യു കൺസിഡർ ഒരു മീഡിയം വെയ്റ്റ് ന്യൂക്ലിയായി സേ ടിന്നിൻ്റെ മാസ് നമ്പർ 130 ആണ്. 50 പ്രോട്ടോണും 80 ന്യൂട്രോണും ഉള്ള കോൺഫിഗറേഷനാണ് ടിന്നിന്. 50 പ്രോട്ടോൺ എന്ന് പറയുന്നത് അത് മാജിക് നമ്പറാണ്. അത് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരു എനർജി ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനുശേഷം അടുത്ത മാജിക് നമ്പർ അല്ലെങ്കിൽ അടുത്ത എനർജി ഗ്യാപ്പ് വരുന്നത് 82 ന്യൂക്ലിയോൺസ് ഫില്ല് ചെയ്യുമ്പോഴാണ്. ഇവിടെ 80 എണ്ണയേ ഉള്ളൂ. ഓക്കെ, 2 എണ്ണം ഷോർട്ട് ഓഫ് കംപ്ലീറ്റ് ഫില്ലിങ്. ഓക്കെ, ആ 2 ന്യൂക്ലിയോൺ എവിടെയാണുള്ളത്? H11/2 ഷെല്ലിലാണ് ഉള്ളത്. 2 എണ്ണവും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഷെല്ല് കംപ്ലീറ്റ് ആയി, അതും മാജിക് നമ്പർ ആയേനെ. എന്തായാലും H11/2 ശേഷം ഒരു എനർജി ഗ്യാപ്പാണ് ഉള്ളത്. ഓക്കെ, ഇനി ടിന്നിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ഇങ്ങനത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. I have an energy state 2+, which is close to 1 MeV.
പിന്നെ അറൗണ്ട് 2 MeV ഐ ഹാവ് സെവറൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊക്കെ ഇൻറ്റിജർ നമ്പേഴ്സ്, ഇങ്ങനെ ഹോൾ നമ്പേഴ്സ് പോലത്തെ ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ഒന്നും ഉള്ളതായിട്ട് കാണില്ല. ഈവൺ ന്യൂക്ലിയയുടെ കേസിൽ അങ്ങനെ വരില്ല. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റുകളുടെ മെക്കാനിസം ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എനർജി ലെവൽ സ്ട്രക്ചർ പ്രകാരം നമ്മുടെ H11/2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് റിയലൈസ് ചെയ്യുന്നത് ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ന്യൂക്ലിയോൺ ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു പെയർ ബ്രേക്ക് ചെയ്യണം. ഒരു പെയർ ബ്രേക്ക് ചെയ്യാൻ തന്നെ സംവെയർ അറൗണ്ട് 2 MeV യു ഹാവ് ടു സപ്ലൈ. ഓക്കെ, അപ്പോൾ ഏകദേശം 2 MeVയോളം സപ്ലൈ ചെയ്ത് 2 MeV സപ്ലൈ ചെയ്താൽ പെയർ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനെ എക്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് എനർജി സപ്ലൈ ചെയ്യണം, കാരണം ഇവിടെ ഒരു ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി സ്റ്റേറ്റുകളൊക്കെ ഏകദേശം 2 MeVയോട് അടുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റുകളൊന്നും പെയർ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഹയർ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്ത് കയറ്റി വിട്ടതൊന്നും ആയിരിക്കില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിനകത്ത് തന്നെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടല്ലോ, H11/2 വേക്കൻസി ഉണ്ട്. എനിക്കിവിടെ ഇനി 2 ന്യൂട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എനിക്കിവിടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? താഴെയുള്ള വിതിൻ ദാറ്റ് സെറ്റ് ഓഫ് ഷെൽസ് വിച്ച് ബിലോങ് ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്, ഗ്യാപ്പുകളല്ലാതെ എല്ലാ ഷെല്ലുകളും ഓരോ ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ആ ഗ്രൂപ്പിനകത്ത് തന്നെ ഇതേപോലെ വല്ല പെയർ ബ്രേക്കിംഗ് ആൻഡ് എക്സൈറ്റേഷൻ അങ്ങനത്തെ ഒക്കെ മെക്കാനിസംസ് വഴി അറൈസ് ചെയ്യുന്നതായിരിക്കാം ഈ കാണുന്ന സെറ്റ് ഓഫ് എനർജി സ്റ്റേറ്റ്സ്. അതിൻ്റെ മെക്കാനിസംസ് ഇവിടെ ചില സ്റ്റേറ്റ് വന്നത് എങ്ങനെയെന്നുള്ള മെക്കാനിസം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. H11/2 10 ന്യൂട്രോൺ ആണുള്ളത്. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, if we assume the ground state configuration of 130 tin consists of filled S half and D3/2 subshells. നോക്കിയേ, താഴെ S half ഉണ്ട്, D3/2 ഉണ്ട്, ഇതൊക്കെ ഫിൽഡ് ആണ്. H11/2 2 വേക്കൻസി ഉള്ളത്. അപ്പോൾ താഴെ കിടക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറ്റി വിടുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, താഴെ കിടക്കുന്ന S half സ്റ്റേറ്റിലെ ഒരു പെയർ ബ്രേക്ക് ചെയ്ത് H11/2 ഒരു പാർട്ടിക്കിളിനെ എക്സൈറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പം എന്താവും? S half നേരത്തെ 2 എണ്ണം ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം പെയർ ബ്രേക്ക് ചെയ്ത് ഒരു ന്യൂട്രോണിനെ ഇവിടേക്ക് കടത്തി വിട്ടു. ഓക്കെ, സോ ദർ ഇസ് എ സിംഗിൾ ന്യൂട്രോൺ ഇൻ S half സ്റ്റേറ്റ് ആൻഡ് ദർ ഇസ് എ സിംഗിൾ ന്യൂട്രോൺ ഇൻ ദി H11/2 സ്റ്റേറ്റ്. H11/2 സ്റ്റേറ്റിൽ ബാക്കിയുള്ള 10 എണ്ണം പെയർ ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരെണ്ണം S half സ്റ്റേറ്റിലും ഒരെണ്ണം H11/2 സ്റ്റേറ്റിലും നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ J വാല്യൂസ് ഒന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ഹാഫ് ആൻഡ് ഇറ്റ് ഈസ് 11/2. ഓക്കെ, what will happen if I take the resultant of these J values? Resultant J values എടുത്തു കഴിഞ്ഞാൽ 11/2 plus half will give me 6. 11/2 minus half will give me 5. ഓക്കെ, ഇനി പാരിറ്റി നേരത്തെ കണക്കാക്കിയത് പോലെ തന്നെ ഒരു ന്യൂട്രോൺ നിൽക്കുന്നത് S സ്റ്റേറ്റിലും മറ്റേത് നിൽക്കുന്നത് H സ്റ്റേറ്റിലുമാണ്. അപ്പോൾ പാരിറ്റി എങ്ങനെ വരാം എന്നുള്ളത് യു ക്യാൻ ജസ്റ്റ് ഇവാലുവേറ്റ് ഫോർ യുവർ സെൽഫ്സ്, ബിക്കോസ് H എന്ന് പറയുന്നത് ഓഡ് പാരിറ്റി സ്റ്റേറ്റ് ആണ്. SP, D, F, G, H. Here P is an odd parity state, F is an odd parity state, H is an odd parity state. All these are even parity states. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോൺ നിൽക്കുന്നത് H11/2 സ്റ്റേറ്റിലാണെന്ന് പറയുന്നു, ഒരെണ്ണം നിൽക്കുന്നത് S half സ്റ്റേറ്റിലാണെന്ന് പറയുന്നു. റിസൾട്ടൻ്റ് പാരിറ്റി എന്ന് പറയുന്നത് πS πH, which will be plus into
minus, therefore resultant parity will be negative. ഓക്കെ, അപ്പോൾ എനിക്കൊരു 5 മൈനസ് എന്നുള്ളൊരു സ്റ്റേറ്റ് വന്നത് എങ്ങനെ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ വേറെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ പല മെക്കാനിസംസും. ഇവിടെയൊക്കെ വേറെ കുറേ സ്റ്റേറ്റുകൾ വേറെ ഉണ്ട്. 4 മൈനസ് ഉണ്ട്, 6 പ്ലസ് ഉണ്ട്, 7 മൈനസ് ഉണ്ട്. ഇതൊക്കെ വരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇനി അടുത്ത മെക്കാനിസം ഇവിടെ തന്നെ പറയുന്നുണ്ട്. D3/2 നിന്ന് പെയർ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് H11/2 കൊണ്ടുപോവുക. അപ്പോൾ ഒരു ഓഡ് പാർട്ടിക്കിൾ D3/2 മറ്റേത് H11/2 നിൽക്കുമ്പോൾ നിങ്ങളുടെ ആംഗുലർ മൊമെൻറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത് J1 പ്ലസ് J2 ടു J1 മൈനസ് J2. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 11/2 പ്ലസ് 3/2 ചെയ്യുമ്പോൾ 7 കിട്ടും. 11/2 മൈനസ് 3/2 ചെയ്യുമ്പോൾ 4 കിട്ടും. J can take values starting from 7 and it should end in 4 with a difference of 1. അപ്പോൾ 7, 6, 5, 4 എന്നുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ആവുമ്പോൾ പാരിറ്റി നെഗറ്റീവ് ആയിരിക്കും, കാരണം ഒരെണ്ണം D സ്റ്റേറ്റിലാണ്, വിച്ച് ഇസ് ഇൻ ഈവൺ പാരിറ്റി സ്റ്റേറ്റ്, and the other neutron is in the H11/2 state, which is an odd parity state. So the total parity will always be negative. When you take the product of one positive quantity and another negative quantity, you will get negative parity. Okay. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ഒരു 2+ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിവിടെ സംസാരിച്ച മെക്കാനിസംസ് എന്നൊക്കെ ഒരു പെയർ ബ്രേക്ക് ചെയ്യുക എന്നിട്ട് എക്സൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പെയർ ബ്രേക്കിങ്ങിന് തന്നെ 2 MeVയോട് അടുത്ത് എനർജി സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പക്ഷേ എൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് വന്നിരിക്കുന്നത് 1 MeVയോട് അടുത്താണ്. ഇതിൻ്റെ മെക്കാനിസം ഈ പറഞ്ഞ വഴിയിലൊന്നും തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഈവൺ ന്യൂക്ലിയയെ അറിയാം. ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ന്യൂക്ലിയയും ഈവൺ ന്യൂക്ലിയയും ആണ്. അതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാ ന്യൂക്ലിയയ്ക്കും ഇതേപോലെ ഒരു ലോ ലയിങ് 2+ എനർജി സ്റ്റേറ്റ് ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ മെക്കാനിസം വെച്ചിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വാലൻസ് ന്യൂക്ലിയോണിനെ എക്സൈറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ പെയർ ബ്രേക്ക് ചെയ്ത് എക്സൈറ്റേഷൻ വഴിയോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ ഒറിജിൻ എക്സ്പ്ലെയിൻ ചെയ്യാനാവുന്നില്ല. സോ there are certain properties which cannot be explained by such mechanism, and one such property is the occurrence of a low-lying 2+ energy state in various even nuclei. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെക്കാനിസം പറയണം ഈ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ഒറിജിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വെയർ we identify not just this property, there are several other properties also for even nuclei. അപ്പോൾ even ന്യൂക്ലിയയുടെ കേസ് നോക്കുമ്പോൾ നമ്മൾ ചില എല്ലാ ന്യൂക്ലിയയ്ക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കാണുന്നുണ്ട്. അതേപോലെ കുറച്ച് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു പാർട്ടിക്കുലർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഈ വാലൻസ് ന്യൂക്ലിയോൺസ് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷനൊന്നും വർക്കൗട്ട് ആവാത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ആ ന്യൂക്ലിയസിനകത്തുള്ള എൻറ്റയർ എല്ലാ ന്യൂക്ലിയോൺസും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചില പ്രോപ്പർട്ടീസ് ഇങ്ങനെയുള്ള ന്യൂക്ലിയയുടെ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലനേഷൻ അങ്ങനെ പറ്റുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. സച്ച് പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് കളക്റ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ആൻഡ് കളക്റ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഓഫ് വേരിയസ് ന്യൂക്ലിയൈ, they are decided by actually all the nucleons present in the nucleus and not just the valence nucleons. Okay, we will see some of such properties which have been observed for nuclei. അതിൽ ഒരു 4 ഗ്രാഫ് കാണിക്കാം. നേരത്തെ പറഞ്ഞ 2+ സ്റ്റേറ്റ്, ഈവൺ ന്യൂക്ലിയയുടെ കേസിൽ 2+ എനർജി സ്റ്റേറ്റിൻ്റെ പൊസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഈവൺ
ഈവൺ ന്യൂക്ലിയയുടെ കേസ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് സംവെയർ ക്ലോസ് ടു 2 MeV 2 MeV എത്തുന്നില്ല. ആ എനർജി 2+ എനർജി സ്റ്റേറ്റിൻ്റെ എനർജി ഇങ്ങനെ മാസ് നമ്പർ കൂടും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു റേഞ്ചിൽ 150 മുതൽ 190 വരെയുള്ള റേഞ്ചിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ എനർജി സ്റ്റേറ്റിൻ്റെ എനർജി നന്നേ കുറവാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഗ്രാജുവലി ഡിക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റേഞ്ച് ഓഫ് ന്യൂക്ലിയ എടുത്തു കഴിഞ്ഞാൽ ദി എനർജി ഈസ് എക്സ്ട്രീംലി സ്മോൾ ഫോർ ദാറ്റ് 2+ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു 2+ സ്റ്റേറ്റ് ഉണ്ട്, ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഈ 2+ സ്റ്റേറ്റ് ടിന്നിൻ്റെ കേസിൽ ഇതിൻ്റെ എനർജി 1 പോയിന്റ് എത്രയോ ആണ്. അതുപോലെ ഒരുപാട് ഈവൺ ന്യൂക്ലിയ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് 2+ സ്റ്റേറ്റ് ഏത് എനർജിയിൽ ഒക്കർ ചെയ്യുന്നു എന്ന് നോക്കി അത് വെച്ചിട്ട് ഗ്രാഫ് വരച്ചതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ പല ലൊക്കേഷൻസിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്പൈക്കൊക്കെ കാണുന്നുണ്ടെങ്കിലും ജനറൽ ട്രെൻഡ് ഓഫ് ദി ഗ്രാഫ് ഇസ് ഡിക്രീസിങ്. അതിൽ തന്നെ ഈ ഒരു റേഞ്ച് ഓഫ് ന്യൂക്ലിയയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇനി വേറൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ന്യൂക്ലിയയ്ക്കൊക്കെ ഒരു 4+ സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ 4+ സ്റ്റേറ്റും 2+ സ്റ്റേറ്റിൻ്റെ എനർജീസ് തമ്മിലുള്ള റേഷ്യോ എടുത്ത് നോക്കി. ആ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ 150 മുതൽ 190 വരെയുള്ള റേഞ്ച് മാസ് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയയുടെ കേസ് നോക്കുമ്പോൾ ആ റേഷ്യോ ഏകദേശം 3 ബാക്കിയുള്ള എല്ലാ ന്യൂക്ലിയയ്ക്കും ഓൺ ആൻഡ് ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2ൻ്റെ റേഞ്ചിലാണ് കിടക്കുന്നത് ആ റേഷ്യോ. പക്ഷേ റഫ്ലി 2 എന്നേ പറയാൻ പറ്റുള്ളൂ. റഫ്ലി 2 ഫോർ all nuclei below 150, and if you consider this range 150 to 190 നോക്കിക്കഴിഞ്ഞാൽ that ratio is 3. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇനി അതേപോലെ ക്വാഡ്രുപോൾ മൊമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 150 വരെ മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയയ്ക്കൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ വാല്യൂ ഓഫ് ക്വാഡ്രുപോൾ മൊമെൻ്റ് ആണുള്ളത്. ഏകദേശം ഒരു 0.7, വളരെ ചെറിയ ക്വാഡ്രുപോൾ മൊമെൻ്റ് ആണുള്ളത്. 150 to 190 ആ റേഞ്ചിൽ എക്സ്ട്രീംലി ലാർജ് ക്വാഡ്രുപോൾ മൊമെൻറ്റ്സ് ഹാവ് ബീൻ ഒബ്സർവ്ഡ്. അതേപോലെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫെയർലി എ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ന്യൂക്ലിയ. ആ രീതിയിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് നോക്കി, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈവൺ ന്യൂക്ലിയയെ തന്നെ അല്ലെങ്കിൽ ന്യൂക്ലിയയെ തന്നെ നമുക്ക് 2ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതായത് മാസ് നമ്പർ 150 താഴെയുള്ള ന്യൂക്ലിയയുടെ പ്രോപ്പർട്ടീസ് വേറെ രീതിയിൽ, മാസ് നമ്പർ 150 മേലെയുള്ള പ്രോപ്പർട്ടീസ് ന്യൂക്ലിയയെ കാണിക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ബാക്കി എല്ലാത്തിനും ഇവിടെ ഈ ഒരു റേഞ്ചിൽ എനർജീസ് ഉള്ളപ്പോൾ 2+ സ്റ്റേറ്റിൻ്റെ എനർജി ഇവിടെ വളരെ കുറവ്. അതേപോലെ ഈ റേഷ്യോ ബാക്കി എല്ലാത്തിനും ഒരു 2ൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ഒരു റേഞ്ച് ന്യൂക്ലിയയ്ക്ക് മാത്രം 3ൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ ന്യൂക്ലിയയ്ക്കും ഒരൊറ്റ പോസിബിൾ എക്സ്പ്ലനേഷൻ അങ്ങനെയുള്ളത് ആക്കാതെ നമ്മൾ ന്യൂക്ലിയയെ തന്നെ ഒരു 2ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. 150 താഴെ മാസ് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയയെ കാണിക്കുന്നത് ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്, 150 മുതൽ 190 വരെയുള്ള സെറ്റ് ഓഫ് ന്യൂക്ലിയയെ കാണിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. എന്തു തന്നെയായാലും ഈ പ്രോപ്പർട്ടീസ് ഒന്നും തീരുമാനിക്കുന്നത് ജസ്റ്റ് ഔട്ടർ മോസ്റ്റ് ന്യൂക്ലിയോൺ മാത്രമല്ല. വി നീഡ് ടു കൺസിഡർ ദി കളക്റ്റീവ് കോൺട്രിബ്യൂഷൻസ് ഓഫ് all the nucleons present in the nuclei, and successfully some explanation has been proposed for the observance of such properties in nuclei, and that we will see in the next class.